ആറന്മുള വിമാനത്താവള വിവാദ ഭൂമിയിൽ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതി സ്ഥാപിക്കാൻ സ്വകാര്യ കമ്പനിക്ക് ഐടി വകുപ്പിന്റെ പിന്തുണ. പദ്ധതിയുമായി സഹകരിക്കാൻ ഐടി വകുപ്പിന് കീഴിലുള്ള KSITIL തീരുമാനിച്ചിരുന്നതായി രേഖ. KSITILന് സ്വകാര്യ കമ്പനി 5% വിയർപ്പോഹരിയും നോമിനി ഡയറക്ടർ ബോർഡ് സ്ഥാനവും വാഗ്ദാനം ചെയ്തു. ആറന്മുള പദ്ധതി സംബന്ധിച്ച നിലപാടിൽ മാറ്റമില്ലെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് ആവർത്തിച്ചു. IT വകുപ്പിന് കീഴിലുള്ള KSITILന്റെ 66ാം ബോർഡ് യോഗമാണ് TOFLന്റെ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചത്. മാനേജിംഗ് ഡയറക്ടർ അവതരിപ്പിച്ച റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി 3 പ്രമേയങ്ങളും പാസാക്കി. ആദ്യ പ്രമേയം പദ്ധതിയുമായി സഹകരിക്കാം എന്നതാണ്. TOFL വാർഷിക റിട്ടേണുകൾ സമർപ്പിക്കാത്ത പ്രശ്നം പരിഹരിക്കണമെന്നും വിയർപ്പോഹരി ഇഷ്യൂ ചെയ്യുന്നതിൽ വ്യക്തത വേണമെന്നും ആവശ്യപ്പെടുന്നതാണ് മറ്റു 2 പ്രമേയങ്ങൾ. ഇത്തരത്തിൽ 5% വിയർപ്പോഹരി KSITILന് നൽകുന്നതിന് കമ്പനിയും ചില നിബന്ധനകൾ മുന്നോട്ട് വച്ചിരുന്നു. സർക്കാരിന്റെ നോഡൽ ഏജൻസി KSITIL ആയിരിക്കണം. പദ്ധതി പ്രദേശം ടൗൺഷിപ്പായി പ്രഖ്യാപിക്കണം. ഏകജാലക ക്ലിയറൻസ് ബോർഡ് സ്ഥാപിക്കണം. പദ്ധതിയെ തിരുവനന്തപുരം ടെക്നോ പാർക്ക് കോബ്രാൻഡ് ചെയ്യണമെന്നുമായിരുന്നു കമ്പനി ആവശ്യങ്ങൾ. സർക്കാർ അംഗീകാരങ്ങളെല്ലാം KSITILനെ ഉപയോഗിച്ച് നേടിയെടുക്കാനാണ് കമ്പനി ശ്രമിച്ചത്. കൃഷി വകുപ്പ് കടുത്ത എതിർപ്പുയർത്തുമ്പോഴും പദ്ധതിയുമായി IT വകുപ്പ് മുന്നോട്ടു പോകാൻ ആലോചിക്കുന്നുവെന്നാണ് സൂചനകൾ. നെൽവയലും തണ്ണീർത്തടവും നികത്തുന്നതിനെയാണ് എതിർക്കുന്നതെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് നിലപാട് ഇന്നും ആവർത്തിച്ചു. അവിടുത്തെ നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും പ്രാധാന്യം കണ്ടുകൊണ്ടെടുത്ത പഴയ നിലപാടിൽ നിന്ന് ഒരു മാറ്റവും കൈക്കൊള്ളാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ നടപ്പിലാക്കുന്ന ഏത് പദ്ധതിയോടും ഉണ്ടാകുന്ന ഒരു എതിർപ്പ് വരുന്നത്. പദ്ധതിക്കായി കണ്ടെത്തിയ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെന്ന് കൃഷിവകുപ്പ് ആവർത്തിക്കുമ്പോഴും IT വകുപ്പിന്റെ നീക്കങ്ങൾ കൂടുതൽ ദുരൂഹമാകുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.